ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് പറയുന്നത്. പുതിയതല്ല, കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പലർക്കും പല രീതിയിലാണ് അപ്ഡേഷൻസ് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്ഡേഷൻസ് വാട്സപ്പ് അയക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയല്ല. ഏകദേശം ഒരു 3 മാസം 4 മാസത്തെ ഗ്യാപ്പൊക്കെ ചില ആളുകൾക്ക് വരുന്നുണ്ട്. അതായത് എനിക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഒരു 3 മാസം 4 മാസം പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു അപ്ഡേഷൻ വളരെ ഉപകാരപ്പെട്ട ഒരു അപ്ഡേഷനാണ്. കാരണം നമുക്ക് ഓരോരോ ഓപ്ഷൻസിലേക്ക് കയറി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് അപ്ഡേഷൻ എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേഷനാണ്. ഇത് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ നമ്മൾ മൊബൈലിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ക്യാമറ ഐക്കൺ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലസ് ഐക്കണും കാണുന്നുണ്ട്. ക്യാമറ പ്ലസ് ഐക്കൺ കാണുന്നുണ്ട്. ആ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ആദ്യം പ്ലസ് ഐക്കണിന്റെ കാര്യം പറയാം. പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഒരു കാര്യമാണ് പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ന്യൂ ഗ്രൂപ്പ്, ന്യൂ കോണ്ടാക്ട്, ന്യൂ കമ്മ്യൂണിറ്റി, ന്യൂ ബ്രോഡ്കാസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒറ്റ സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. ഇതിനൊന്നും നമുക്ക് വാട്സപ്പിന് ഉള്ളിൽ കയറി നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ന്യൂ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട ആളുകളുടെ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു പേര് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാനൊരു പേര് കൊടുക്കണം, ABC എന്ന ഗ്രൂപ്പിന്റെ പേര് കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വെച്ച് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായ ഒരു ന്യൂ കോൺടാക്ട്, നമുക്ക് പെട്ടെന്ന് ഒരു കോൺടാക്ട് ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് കിട്ടി കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വെച്ച് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ പറ്റും. അതുപോലെ തന്നെ ന്യൂ ബ്രോഡ്കാസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. താഴെയുള്ള നമ്മുടെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ലിസ്റ്റും നമുക്ക് താഴെ വരുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ക്യാമറയുടെ ഐക്കൺ. ആ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഒരു ഫോട്ടോ ഞാൻ ഇതിൽ നിന്ന് ഒരു പോസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെയുള്ള ടിക്ക് മാർക്ക്, താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാട്സാപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് ഫ്രണ്ട്സിന് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഇനി നമുക്കല്ലേ എത്ര ഫ്രണ്ട്സിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ടിക്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് മേലെ സ്റ്റാറ്റസ്, മൈ സ്റ്റാറ്റസിന്റെ തൊട്ട് ആ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് സെക്കൻഡ് വെച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ടിക്കിൽ ക്ലിക്ക് ചെയ്തു എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്കത് സ്റ്റാറ്റസിലേക്ക് സെക്കൻഡ് വെച്ച് അത് പോസ്റ്റ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും മുന്നിൽ തന്നെ വാട്സപ്പിന്റെ ഹോം പേജിൽ തന്നെ ആ പ്ലസ് ഐക്കണും അതുപോലെ തന്നെ ക്യാമറയുടെ ഐക്കണും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ടോ എന്ന്. ഇത് ഞാൻ ഐഫോണിലാണ് കാണിക്കുന്നത്. പലരുടെയും ആൻഡ്രോയിഡ് ഫോണിൽ ഇത് വന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയൂ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. വളരെ ഉപകാരപ്രദമാണ്. കാരണം നമുക്ക് ഓരോരോ ഓപ്ഷൻസിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി നമ്മൾ അയക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ നെയിംസ് ഒക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഓരോരോ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരായിട്ട് ചാറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് അവർ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻസ് ആണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്താണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേഷനുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ്, signing out.